കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ തുടക്കവും തുടർന്നുള്ള വാക്യങ്ങളെല്ലാം, തുടർന്നുള്ള സംഭവങ്ങളെല്ലാം വളരെ അനുഗ്രഹീതമാണ്, വളരെ പ്രായോഗികമാണ്, ജീവിത ഗന്ധിയാണ്, ജീവിതത്തോട് ബന്ധപ്പെട്ടതാണ്. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ മുഖവരിയൊന്നും പറയുന്നില്ല. നാം നാളുകളായി ചിന്തിച്ചു വരുന്നു. ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരികിൽ യേശു വന്ന് നിൽക്കുന്നു. ജനക്കൂട്ടം വചനം കേൾക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ കണ്ണ് അപ്പുറം മാറിക്കിടക്കുന്ന 2 പടകുകളിലേക്ക് വന്ന് പതിക്കുന്നു. എന്നാൽ ആ രണ്ടിൽ നിന്നും ഒന്ന്, ശീമോൻ്റെ പടക്, യേശു സെലക്ട് ചെയ്ത് പടകിലേക്ക് കാല് ചവിട്ടി നിൽക്കുന്നു. യേശു പടകിലിരിക്കുന്നു. പടകിലിരുന്ന് ജനത്തോട് സംസാരിക്കുന്നു. കർത്താവിന് സ്തോത്രം. പുരുഷാരത്തെ ഉപദേശിച്ചു. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു കടന്നു വന്നാൽ യേശുക്രിസ്തു മൗനമായിരിക്കുകയില്ല. ഇതൊരു സത്യമാണ്. മൗനമായി ഉറങ്ങുന്നവനല്ല യേശു. യേശു പ്രവർത്തന നിരതനായിരിക്കും. യേശു തൻ്റെ മക്കൾ, തനിക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച മക്കൾ, ആ മക്കളിൽ ഇറങ്ങി നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കും. യേശുവിൻ്റെ കൈയായി, യേശുവിൻ്റെ കണ്ണായി, യേശുവിൻ്റെ കാതായി, യേശുവിൻ്റെ ശബ്ദമായി, യേശുവിൻ്റെ കൈയായി, യേശുവിൻ്റെ കാലായി, യേശുവിൻ്റെ ഹൃദയമായി, പോരാ യേശുവിൻ്റെ മനസ്സായി. യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ന് അനേകം ദൈവവേലക്കാരെ വേണ്ടിയിരിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകനിലൂടെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, ആ ജീവനുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച പ്രവാചകനിലൂടെയുള്ള പ്രവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഇത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവിക സന്ദേശമല്ല. ദിഗന്ധങ്ങളിൽ മുഴങ്ങി ചക്രവാള സീമകൾക്കതീതമായി അത് വ്യാപിച്ച് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഹൃദയത്തിലും കാതിലും അലയടിച്ച് അത് മാറ്റലിക്കൊണ്ട് ഇന്നും ആ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മകനെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നിന്നോടും പറയുന്നു, മോനെ, നിന്റെ ജീവിതം എനിക്ക് തരുമോ? എൻ്റെ വേലയ്ക്കായി നിന്നെ തന്നെ സമർപ്പിക്കുമോ? എൻ്റെ കാതായി കേൾക്കുവാൻ, അനേകരുടെ വേദനയുടെ സ്വരം കേൾക്കുവാൻ എൻ്റെ കാതായി നിനക്ക് നിൽക്കാൻ പറ്റുമോ? ഞാൻ ആർദ്രതയോടെ നോക്കുന്നത് പോലെ എൻ്റെ കണ്ണായി നിൽക്കാൻ മകനെ നിനക്കതിനുള്ള സമർപ്പണമുണ്ടോ? എൻ്റെ ശബ്ദമായി ശബ്ദിക്കാൻ മോനെ എന്നൊരു ശബ്ദം തരാമോ? ഹല്ലേലൂയ. എൻ്റെ കാലായി ഓടുവാൻ മോനെ നിൻ്റെ കാല് എനിക്ക് വിട്ടുതരുമോ? എൻ്റെ കൈയായി അനേകരെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ കൈ പോലെ എൻ്റെ കൈയായി പ്രവർത്തിക്കാൻ മോനെ നിൻ്റെ കൈ വിട്ടുതരാമോ? യേശു അതാണ് ചോദിക്കുന്നത്. വേലക്കാർ അധികമുണ്ട്, പക്ഷേ യേശുവിൻ്റെ ഭാവത്തോടെ ആര് വേല ചെയ്യും? സ്വാർത്ഥതകൾ വെടിഞ്ഞ്, പണക്കൊതികൾ വെടിഞ്ഞ്, സ്ഥാനമോഹങ്ങൾ വെടിഞ്ഞ്, യേശുവിൻ്റെ ഭാവത്തോടെ, യേശുവിൻ്റെ സ്നേഹത്തോടെ, യേശുവിൻ്റെ കരുണയോടെ, യേശുവിൻ്റെ ആർദ്രതയോടെ, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള യേശുവിൻ്റെ ഹൃദയവാഞ്ചയോടെ പ്രവർത്തിക്കാൻ ആരുണ്ട്? അതാ യേശു നോക്കുന്നത്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ മനസ്സുള്ള ഇടയനാകുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠ പദവി. യേശുവിൻ്റെ വേലക്കാരാകുക അത് ഭാഗ്യമാണ്, പദവിയാണ്. പക്ഷേ അതിൽ എത്രയോ വലിയ ഭാഗ്യമാണ് യേശുവിൻ്റെ മനസ്സുള്ള, യേശുവിൻ്റെ ഹൃദയമുള്ള, യേശുവിൻ്റെ ഭാവമുള്ള ദൈവവേലക്കാരായി തീരുക. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നിങ്ങളേവരെയും മാടി വിളിക്കുകയാണ്. പത്രോസിൻ്റെ ചെറുപടകിൽ കയറിയിരുന്ന് യേശു ജനത്തോട് സംസാരിച്ചു. അങ്ങനെയാണ് യേശു നമ്മിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. യേശു രോഗികളെ സൗഖ്യമാക്കുന്നത് യേശു ആശ്ചര്യമായി ഇറങ്ങി വന്ന് രോഗികളുടെ മേൽ കൈവയ്ക്കുകയല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത കൃപയാലും കൃപാവരത്താലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി യേശുവിൻ്റെ നാമത്തിൽ ഒരു രോഗിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ പുറമേ ആ ദേവദാസിൻ്റെ കൈയാണ് വെക്കുന്നതെങ്കിലും
അവിടെ ആത്മീയമായി യേശുവിൻ്റെ കരം അവിടെ വരുന്ന തൊടുകയാണ്. യേശു സൗഖ്യം നൽകുകയാണ്. ഹല്ലേലൂയ. അതിന് യേശുവിൻ്റെ കൈയായി പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറും. കർത്താവിന് സ്തോത്രം. ആവശ്യക്കാരനേകരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം, ആവശ്യക്കാരനേകരുണ്ട്. പോരെ പ്രിയരെ, അത്യാവശ്യക്കാരനേകരുണ്ട്. അത്യാവശ്യം ഒന്ന് ഹൃദയം പകരുവാൻ, ഹൃദയവേദനകൾ പങ്കുവയ്ക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ ഒന്ന് ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ, ദൈവജനത്തെ സത്യത്തിലൊന്ന് നടത്തുവാൻ, ഈ യേശു ആരാണെന്നൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ധാരാളം ധാരാളം ദൈവവേലക്കാരെ ആവശ്യമുണ്ട്. കർത്താവ് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു കൂട്ടായ്മയോ ക്രിസ്ത്യാനികളിൽ നിന്ന് വേർപെട്ടവരിലേക്ക് മാത്രമല്ല കർത്താവ് നോക്കുന്നത്. ഇന്ന് ഭൂമിയിൽ തിങ്ങിപ്പാർക്കുന്ന 850 ചെല്ലുവാനും കോടി ജനങ്ങളിലേക്ക് കർത്താവ് നോക്കുമ്പോൾ കർത്താവിൻ്റെ ആശ ഇവരെല്ലാവരും രക്ഷപ്പെടണമെന്നാണ്. പത്രോസ് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദീർഘക്ഷമയോടെ കർത്താവ് നിൽക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇതുവരെ സാധിക്കാത്തത് ആ സംഭവം നടക്കുകയില്ലാത്തതിൻ്റെ ഒരു തെളിവായിട്ടാണോ നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയരെ, കർത്താവ് പണ്ടേ വരുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ കർത്താവ് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അനേകാര്യങ്ങൾ ഇന്നും ഒരുങ്ങിയിട്ടില്ല, അനേകാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അനേകരിന്നും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു, പാപത്തിന് വേണ്ടി ജീവിക്കുന്നു, അകൃത്യത്തിന് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് അനേകർ അകൃത്യത്തിൽ കഴിയുന്നു, അനേകർ പിശാചിൻ്റെ ഊഴിയവേലക്കാരായി ജീവിക്കുന്നു. കർത്താവിന് ദുഃഖമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇപ്പോൾ വന്നാൽ, അല്ല കർത്താവ് കഴിഞ്ഞ മാസം വന്നിരുന്നുവെങ്കിൽ, കർത്താവ് കഴിഞ്ഞ വർഷം വന്നിരുന്നുവെങ്കിൽ നമ്മൾ എത്ര പേർ ദൈവരാജ്യത്തിൽ എത്തുമായിരുന്നു? ഒരു വർഷം കൂടി കർത്താവ് നീട്ടിയതുകൊണ്ട്, അല്ല ഒരു ദിവസം, ഒരു മാസം, ഒരാഴ്ച കർത്താവ് നീട്ടിയതുകൊണ്ട് എത്രയോ പേര് ദൈവരാജ്യത്തിൻ്റെ അവകാശം പ്രാപിച്ചു. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. വരവിൻ്റെ താമസം നീട്ടുന്നത് കർത്താവ് ഒരുങ്ങാഞ്ഞിട്ടല്ല, ദൈവരാജ്യം ഒരുങ്ങാഞ്ഞിട്ടല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്. കർത്താവ് സ്ഥലം ഒരുക്കി കഴിഞ്ഞു. കർത്താവിന് സ്ഥലം ഒരുക്കാൻ കാലങ്ങളോ സംവത്സരങ്ങളോ വേണ്ട. കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ മതി. പക്ഷേ മനുഷ്യൻ്റെ മാനസാന്തരം എന്ന വലിയ കാര്യം അത് മനുഷ്യൻ തീരുമാനമെടുക്കേണ്ടതുണ്ട്. കർത്താവ് രക്ഷാപദ്ധതി എല്ലാം പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട്. നാം ഓരോരുത്തരും തീരുമാനമെടുക്കണം. നാം ഓരോരുത്തരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചുവെന്ന് നാം വായ്കൊണ്ട് ഏറ്റുപറയണം. യേശു എൻ്റെ രക്ഷിതാവാണെന്ന് നാം അംഗീകരിക്കണം. യേശു എൻ്റെ സകല പാപങ്ങൾക്കും പരിഹാരം കാൽവറിയിൽ വരുത്തിയെന്ന് നാം വിശ്വസിക്കണം. യേശു എൻ്റെ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റുവെന്ന് നാം വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ നമുക്ക് കിട്ടുന്നത്. രക്ഷയെല്ലാം നിറവേറ്റി വെച്ചിരിക്കുകയാണ്. രക്ഷാപദ്ധതിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നാം അത് ഏറ്റെടുക്കണം. നാം ഒന്ന് ചിന്തിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഒരാൾ ഒരു 10 ലക്ഷം അല്ല 50 ലക്ഷം രൂപ ബാങ്കിലിട്ടിരിക്കുന്നു. നിങ്ങൾ പോയി ചെക്ക് എഴുതി, ചെക്ക് ലീഫും തന്നിട്ടുണ്ട്, ചെക്കിൽ എമൗണ്ട് എഴുതി അത് സൈൻ ചെയ്ത് ബാങ്കിൽ കൊടുത്താൽ പൈസ കിട്ടും. ഇതുപോലെയാണ് രക്ഷ. എല്ലാം കർത്താവ് നിക്ഷേപിച്ചു കഴിഞ്ഞു. സ്വർഗീയ ബാങ്കിൽ, സ്വർഗീയ അക്കൗണ്ടിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു യാഗമായപ്പോൾ രക്ഷാ പദ്ധതിയെല്ലാം പൂർത്തിയായി. നാം ഇനി അത് പ്രാപിക്കുക. വിശ്വാസത്തിൻ്റെ ചെക്കെഴുതി, ഹല്ലേലൂയ, ദൈവസ്നേഹത്തിൻ്റെ ഒപ്പിട്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നേടിയ ആ കാൽവറിയിലെ വിജയം അതിൽ ആശ്രയിച്ച് നമുക്ക് ഈ രക്ഷ പ്രാപിക്കാം, പാപമോചനം പ്രാപിക്കാം, നമുക്ക് പ്രത്യാശയുള്ള ജീവിതം നയിക്കാം. എൻ്റെ പ്രിയരെ, നിങ്ങൾ എന്തിനു നിരാശപ്പെട്ട് കഴിയുന്നു? എന്തിനു ഭാരപ്പെട്ട് കഴിയുന്നു? എന്തിനു സങ്കടപ്പെട്ട് കഴിയുന്നു? എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ലോൺലിനെസ്സിൽ നിങ്ങൾ തളർന്നു പോകരുത്, വാടിപ്പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. എൻ്റെ പ്രിയരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ ഈ വാക്കുകളെ നിർത്താൻ പരിശ്രമിക്കുകയാണ്. ഭാവിയെക്കുറിച്ച് പ്രത്യാശ തരുന്ന ദൈവം, നിരാശയുള്ള ജീവിതത്തിൽ പ്രത്യാശ തരുന്ന യേശു, ജീവിതം മടുത്ത മനുഷ്യജീവിതങ്ങളിൽ
ജീവിക്കാൻ ഉത്സാഹം തരുന്നവനാണ് ക്രിസ്തു. മടുത്തുപോയ അനേകരുണ്ട് നമ്മൾ ചുറ്റും. ജീവിതമേ മടുത്തു. എന്തിനു ജീവിക്കണം? ശരീരത്തിൽ ജീവൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. ലക്ഷ്യബോധമില്ല. കാരണം അവരുടെ ജീവിത അനുഭവങ്ങൾ അവരെ തളർത്തിക്കഴിഞ്ഞു. എന്നാൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളുടെ തൊട്ടരികത്തേക്കൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കാതുകളിൽ ഒരു സ്വർഗീയ രഹസ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മകളെ, നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. പ്രിയ മകനെ, നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. നീ അനാഥനല്ല, നീ ഏകനല്ല, നീ ഒറ്റയ്ക്കല്ല. നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ സ്വർഗസേനകൾ നിൻ്റെ ഒപ്പം നിൽക്കും. സ്വർഗീയ ദൂതന്മാർ നിനക്ക് കാവലായി നിൽക്കും. ഇതൊരു തോന്നലല്ല പ്രിയരെ. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ വായിക്കുന്ന ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന്. കാക്കയെ കൊണ്ട് ഏലിയാവെ പോറ്റിയൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. മാന്യ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയപ്പെട്ട യൗവനക്കാര, പ്രിയ കുഞ്ഞെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹനിധിയായ യേശുവിൻ്റെ സ്നേഹാർദ്ര കരങ്ങളിലേക്ക് മകനെ നിൻ്റെ ജീവിതം കൊടുക്കാമോ? മകളെ നിൻ്റെ ജീവിതം ഏൽപ്പിക്കാമോ? എങ്കിൽ നിൻ്റെ ജീവിതം ധന്യമാകും. എനിക്കൊരപ്പനുണ്ടെന്നുള്ള പദവി, സ്വർഗത്തിലെ ദൈവം അപ്പനായിട്ടുള്ള ആ സ്വർഗീയ പദവി നമുക്ക് കർത്താവ് തരും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. പത്രോസിൻ്റെ പടകിൽ കയറി ഇരുന്ന് ജനത്തോട് സംസാരിച്ച കർത്താവ് ഈ തലമുറയിൽ ജനത്തോട് സംസാരിക്കാൻ പടകന്വേഷിക്കുന്നു, ജീവിത പടകന്വേഷിക്കുന്നു. വിട്ടുകൊടുക്കൂ നാഥ, ഈ പടക് മതിയെങ്കിൽ. ഇതിലൊത്തിരി തിന്മകളും അശുദ്ധികളും മ്ലേച്ഛതകളും വന്നതാണ്. ഈ പടക് മതിയെങ്കിൽ നാഥ, ഞാൻ തയ്യാറാണ്. വിട്ടുകൊടുക്കൂ. നിങ്ങളുടെ ജീവിത പടകിനെ കർത്താവ് വിശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി നിങ്ങളിൽ കർത്താവ് കയറിയിരുന്ന് ജനത്തോട് സംസാരിക്കും, ജനത്തെ സൗഖ്യമാക്കും, ജനത്തെ വിടുവിക്കും. അതിനായി നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ നന്മകളാൽ നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.